കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തേൻ വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തേനൂറുന്ന നല്ല പഞ്ചസാര പാനി അങ്ങനെ അതേപോലൊക്കെ മധുരം. അന്നേരം ഞാനത് ചുളയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുരുവെല്ലാം മാറ്റി നമുക്കന്നേരം ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നല്ല സൂപ്പർ മധുരം കേട്ടോ. ഇതിനകത്ത് പഞ്ചസാര ഇടേണ്ട കാര്യമില്ല, അത്ര ടേസ്റ്റ്. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റെഡിയാക്കാം. ഓക്കെ, അന്നേരം ഇതാദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ചുക്കുപൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്. ജീരകം വേണമെങ്കിൽ ഇടാം, ഞാൻ ജീരകം ഇട്ടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ. അന്നേരം അത് മിക്സിയിലൂടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അന്നേരം ഈ മാവ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഇടുന്ന ആ സെയിം മാവാണിത്. അതിനകത്ത് ചക്കയും കൂടെ മിക്സ് ചെയ്യുന്ന ഒറ്റ ഇതേ ഉള്ളൂ. അന്നേരം ഇഡ്ഡലിക്കൂട്ടത്തെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ആവിയിലാണ് പുഴുങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പാത്രം വെട്ടത്തിന് ഇച്ചിരി കുറവുണ്ട്, വെട്ടം പോരായിരുന്നു. അന്നേരം അതിനകത്ത് ചില നെയ്യ് ഒക്കെ തേച്ച് നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ മാവിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന ചക്കയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്തിരി പഞ്ചസാര ഇട്ടു. ആവി പുഴുങ്ങി വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മധുരം കുറവാണെങ്കിലോ. അന്നേരം എല്ലാം റെഡി ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ശരിയാകുമോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക്. അന്നേരം അതിൻ്റെ മേളിൽ ശകലം ചക്കയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അതും ഇട്ട് കൊടുത്തേക്കാം. നമുക്കന്നേരം ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം പതുക്കെ അതങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നോക്കാം എന്താകും നോക്കാം. ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷിച്ചിട്ടില്ലേ ഒരു പുതിയൊരു ഡിഷ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 15-20 മിനിറ്റ്. ഇപ്പം ഗ്യാസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലയോ. അപ്പോൾ ഞാനിത് അടുപ്പയിലാണ് വയ്ക്കുന്നത്. അപ്പം ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പം അവിടെ ഇരിക്കട്ടെ, പതുക്കെ ഇരുന്ന് വേവട്ടെ. അന്നേരം ഞാനിതിൻ്റെ മാവെടുത്ത് റെഡിയാവുമോ എന്നറിയാൻ വേണ്ടി ഇത്തിരി ദോശ ഉണ്ടാക്കി നോക്കിയായിരുന്നു കേട്ടോ. അന്നേരം കുഴപ്പമില്ല, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. കാണുന്നില്ലേ, നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ചമ്മന്തി ഒന്നും വേണ്ട, അല്ലാതെ മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കരിഞ്ഞതല്ല കേട്ടോ, നന്നായിട്ട് ആ ഒരു ചക്കയുടെയൊക്കെ ആ ഒരു മഞ്ഞ കളറല്ലേ, അതുകൊണ്ട് ഈ ഒരു കളറായതാണ്. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ പൊളി, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് 4 മണിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പം കണ്ടോ എന്നാ സോഫ്റ്റാന്ന് നോക്കിയേ, നല്ല പൊളിക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം വിജയിച്ചിരിക്കുന്നു. ഇതാ കണ്ടോ. അപ്പം നിങ്ങൾ ചക്കയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ 10 ചുളയായാലും മതി, എടുത്തു വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കണ്ടോ സോഫ്റ്റ്. അന്നേരം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.